ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ജീവിതം മാറ്റാൻ വലിയ തീരുമാനങ്ങളൊന്നും വേണ്ട, വെറും 1% മാറ്റം മാത്രം മതി. കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഈ ചെറിയ മാറ്റം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ശീലങ്ങളെയും പിന്നീട് നിങ്ങളുടെ ജീവിതത്തെയും മാറ്റാൻ തുടങ്ങും. ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് പീപ്പിൾ എന്നറിയപ്പെടുന്ന ജപ്പാൻകാർ വർഷങ്ങളായി തുടരുന്ന കൈസൻ എന്ന ആശയമാണിത്. ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടുത്തുന്നതിലൂടെ കാലക്രമേണ അസാധാരണമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത തത്വം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. ഇനി എന്താണ് 1% മാറ്റമെന്ന് പറയുന്നത്? 1% എന്ന് കേൾക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ജീവിതം മുഴുവൻ മാറ്റിമറിക്കണം എന്നാണോ അർത്ഥം? അല്ല, ദിവസവും ചെറിയ മാറ്റങ്ങളിലൂടെ ഇന്നലത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളായി ഇന്ന് മാറുക എന്നതാണ്. വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മടുത്തു പോകും. പക്ഷേ ചെറിയ മാറ്റങ്ങൾ എളുപ്പത്തിൽ ശീലമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ദിവസവും രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നതെന്ന് കരുതുക. നാളെ മുതൽ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് തീരുമാനിച്ചാൽ 2-3 ദിവസം നിങ്ങൾ ആ ശീലം തുടരുമായിരിക്കും. പക്ഷേ പിന്നെയും പഴയ ആ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കെയ്സൻ എന്ന ഈ ജാപ്പനീസ് ആശയം പറയുന്നത് അതല്ല. നിങ്ങൾ 8 മണിക്ക് ഉണരുന്ന ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ 7:55 ആകുമ്പോൾ ഉണർന്നാൽ മതി. പിന്നെ 7:50, 7:45 ഇങ്ങനെ ദിവസവും 5 മിനിറ്റ് വീതം മാത്രം മാറ്റം വരുത്തുക. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നിങ്ങൾ അറിയാതെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് 1 മണിക്കൂർ അങ്ങ് നടന്നു കളയാമെന്ന് വിചാരിക്കേണ്ട. ആദ്യം വെറും ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. ഒരു ദിവസം ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. ആ 5 മിനിറ്റാണ് നാളെ 10 മിനിറ്റ് ആകുന്നത്. പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും, എന്നാൽ വല്ലാത്തൊരുതരം മടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം വരുന്ന 1 മണിക്കൂർ അങ്ങ് വായിച്ചു കളയാം എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ദിവസം നിങ്ങൾ ഒരു 2 പേജ് വെച്ച് വായിച്ചാൽ മതി. പതിയെ പതിയെ അത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറുകയും എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നീട് വായിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ജപ്പാൻകാരുടെ ഈ ഒരു ആശയം പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല, ഇന്നലത്തേക്കാൾ അല്പം മെച്ചപ്പെടുക എന്നതാണ്. ആ ഒരു ചെറിയ 1% പുരോഗതിയാണ് ഒരു ദിവസം വലിയ വിജയമായി മാറുന്നത്. ഈ ചെറിയ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് വലിയ വിജയമായി മാറുന്നത്? അതിന് പിന്നിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ്. ഒരേ സമയം വലിയ മാറ്റങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ വലിയൊരു വെല്ലുവിളിയായി കാണും. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുകയും പഴയ ശീലങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയും ചെയ്യുന്നത്. എന്നാൽ വളരെ ചെറിയ മാറ്റങ്ങൾ ബ്രെയിൻ എളുപ്പത്തിൽ സ്വീകരിക്കും. അവ ദിവസവും ആവർത്തിക്കുമ്പോൾ അത് പതിയെ ഒരു ശീലമായിട്ട് മാറും. അതുകൊണ്ടാണ് വലിയ തീരുമാനങ്ങളെക്കാൾ ചെറിയ ശീലങ്ങളാണ് ദീർഘകാല വിജയങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ദിവസവും ചെയ്യുന്ന ആ 1% മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. എന്നാൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ആ പഴയ നിങ്ങളെ ആയിരിക്കില്ല. കൂടുതൽ ആത്മവിശ്വാസമുള്ള, കൂടുതൽ അച്ചടക്കമുള്ള, സ്വന്തം ജീവിതം സ്വന്തമായി മാറ്റിയെടുത്ത ഒരു പുതിയ നിങ്ങളെ ആയിരിക്കും. അതുകൊണ്ടാണ് ജപ്പാൻകാർ പെർഫെക്ഷൻ അല്ല പ്രാധാന്യം നൽകുന്നത്, കൺസിസ്റ്റൻസിക്കാണ്. കാരണം ഒരു കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനിരിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മൾ ഒരു നല്ല ശീലം ദിവസവും മുടങ്ങാതെ തുടർന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു ജോലിയായി തോന്നുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായും ജീവിതശൈലിയായി മാറും. അപ്പോഴാണ് മാറ്റം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജപ്പാൻകാർ പറയുന്നത് ചെറിയൊരു മാറ്റം പോലും വലിയൊരു പുരോഗതിയാണ് എന്ന്. കാരണം ആ ചെറിയ ശീലങ്ങളാണ് കാലക്രമേണ വലിയ വ്യക്തിത്വവും വലിയ വിജയവും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നാളെ മുതൽ നിങ്ങളുടെ ജീവിതം ഒറ്റയടിക്ക് അങ്ങ് മാറ്റാനൊന്നും ശ്രമിക്കേണ്ട. പകരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക. അതിൽ ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അത് മുടങ്ങാതെ 30 ദിവസം തുടരുക. വലിയ അത്ഭുതങ്ങളൊന്നും ആദ്യ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് പിന്നോട്ട് നോക്കുമ്പോൾ
നിങ്ങൾ മാറിയെന്ന് ആദ്യം തിരിച്ചറിയുന്ന ആൾ നിങ്ങൾ തന്നെയായിരിക്കും. കാരണം ജീവിതത്തെ മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓരോ കാര്യങ്ങളിലും 1% വീതം മാറ്റം ഇന്ന് തന്നെ കൊണ്ടുവരിക. വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.